പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ഓരോ മക്കളെയും, അവരുടെ ജീവിതങ്ങളെയും, അവരുടെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. ഉള്ളവരെ, ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കറിയാം, ഈശോ ജെറീക്കയിലൂടെ കടന്നു പോകുമ്പോൾ അന്ധനായ ബർത്തിമേയുസ് വഴിയിലരികിലിരുന്നു കൊണ്ട്, ദാവീദിൻ്റെ പുത്ര, പാപിയായ എൻ്റെ മേൽ കനിയണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. അപ്പോൾ കൂടെയുണ്ടായിരുന്നവർ, യേശുവിൻ്റെ കൂടെയുണ്ടായിരുന്നവർ അവനെ നിശബ്ദനാക്കുവാനായിട്ട് തുനിയുന്നു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിക്കുക, ദാവീദിൻ്റെ പുത്ര, പാപിയായ എൻ്റെ മേൽ കനിയണമേ എന്ന്. അവൻ്റെ നിലവിളി യേശു കേൾക്കുകയും യേശുവിൻ്റെ അടുക്കിലേക്ക് അവനെ കൊണ്ടുവരികയും ആ സമയം തന്നെ അവന് സൗഖ്യം കിട്ടുകയും ചെയ്യുന്നതാണ് ഈ തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു അന്ധയാചകൻ, ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു ഭിക്ഷക്കാരൻ വഴിയരികിലിരുന്ന് യേശുവിനെ വിളിക്കുമ്പോൾ യേശു അവൻ്റെ വിളി കേൾക്കുകയും അവൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുകയും ചെയ്യുന്നതായിട്ടാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവ് നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് നിലവിളിയാണ്. ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോഴാണ് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. നിലവിട്ടവൻ്റെ നിലവിളിയാണ് പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, സ്വപ്നങ്ങൾ തകർന്നു പോകുമ്പോൾ, ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ ശക്തിയില്ലാതായിത്തീരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ യേശുവിനെ വിളിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവർ, ഈ അന്ധൻ്റെ വിളിക്ക് മുൻപിൽ യേശു അവന് ഉത്തരം കൊടുക്കുകയാണ്. അവൻ്റെ അരികിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ അവിടുന്ന് സൗഖ്യം ലഭിക്കുക. നമ്മുടെയും ജീവിതത്തിൽ പ്രതികൂലങ്ങളിൽ, സഹനങ്ങളിൽ, ഒറ്റപ്പെടലിൽ നാം വിളിച്ചാൽ യേശു നമുക്ക് സമീപസ്ഥനാകുന്ന ദൈവമാണ്. നിയമാവർത്തനം 4:7 പറയുന്നു, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയേറെ അടുത്ത് വസിക്കുന്ന ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. നമ്മുടെ ദൈവം നമുക്ക് സമീപസ്ഥനാകുന്ന ദൈവമാണ്. വിശുദ്ധ കുർബാനയിൽ, നമ്മൾ ആരാധനകളിൽ നമുക്ക് സമീപസ്ഥനാകുന്ന ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിച്ചാൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കും. യേശുവിൻ്റെ മുൻപിൽ നമ്മൾ പ്രത്യാശയോടെ യേശുവിനെ വിളിക്കണം. അന്ധൻ്റെ വിളിയിൽ അവനെ പലരും തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു എന്നാ വചനം പറയുക. അവനറിയാം യേശുവിനെ വിളിച്ചാൽ തൻ്റെ ജീവിതം മാറുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഏത് അവസ്ഥയിലും, നമ്മുടെ പ്രതികൂലങ്ങളിലും സഹനങ്ങളിലും രോഗങ്ങളിലും, നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജോലി മേഖലകളായിരിക്കാം, മക്കളെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളായിരിക്കാം, എത്ര വലിയ പ്രശ്നമാണാലും പ്രതികൂലങ്ങളാണാലും നമ്മൾ യേശുവിനെ വിളിച്ചാൽ യേശു നമുക്ക് സമീപസ്ഥനാകുന്ന ദൈവമാണ്. മരുഭൂമിയിൽ ഹാഗാർ നിലവിളിക്കുന്നു. ആ നിലവിളി ദൈവസന്നിധിയിൽ എത്തുമ്പോൾ ഹാഗാറിനും അവിടെ ദൈവം ഇടപെട്ടുകൊണ്ട് ജലം നൽകി ഹാഗാറിനെയും കുഞ്ഞിനെയും പരിപാലിക്കുന്നത് നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. അത്രമാത്രം വിളി കേൾക്കുന്ന ഒരു ദൈവമാണ്, നിലവിളി കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ വിളിച്ചാൽ നമ്മുടെ ദൈവം നമുക്ക് സമീപസ്ഥനാകുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 18:6 പറയുന്നുണ്ട്, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. അന്ധൻ്റെ നിലവിളി ദൈവത്തിൻ്റെ കാതുകളിലെത്തി.
ഹാഗാറിന്റെ നിലവിളി ദൈവത്തിന്റെ കാതുകളിലെത്തി. സൂസന്നായുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം ഉണ്ടായപ്പോൾ സൂസന്ന നിലവിളിച്ചപ്പോൾ ആ നിലവിളി ദൈവത്തിന്റെ കാതുകളിലെത്തി. ദൈവത്തിന്റെ കാതുകളിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഏത് പ്രശ്നമായാലും ഏത് പ്രതിസന്ധിയായാലും അവിടെ ഉത്തരമുണ്ട്. ജെറമിയ 33:3 പറയുന്നു, നീ എന്നെ വിളിക്കുക, നിനക്ക് ഞാൻ ഉത്തരം നൽകാം, നിന്റെ ബുദ്ധിക്ക് അതീതവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് പ്രതികൂലങ്ങൾ നിറഞ്ഞ അവസ്ഥകളില്, ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളില്, ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത അവസ്ഥകളില് ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ യേശുവിനെ നമ്മൾ വിളിച്ചാൽ യേശു നമുക്ക് സമീപസ്ഥനാകുന്ന ദൈവമാണ്. അതുകൊണ്ട് അന്ധൻ വിളിച്ചതുപോലെ ജീവിതത്തിന്റെ വേദനകളില് നമ്മൾ യേശുവിനെ വിളിച്ചുകൊണ്ട് യേശുവിന്റെ അനുഗ്രഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. പ്രിയപ്പെട്ടവരെ, അതിനുള്ള കൃപയ്ക്കായിട്ട് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം യൂട്യൂബിലൂടെ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും എല്ലാ രോഗങ്ങളെയും എല്ലാവിധ അസ്വസ്ഥതകളെയും എല്ലാ ഭാരങ്ങളെയും യേശുവേ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തിയാൽ, നിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാൽ, തിരുവചനത്തിന്റെ ശക്തിയാൽ കർത്താവേ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും കർത്താവേ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കണമേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ രക്തംബരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.